മിഷൻ ഇംപോസിബിൾ ഡെഡ് റെക്കണിങ് എന്ന് പറഞ്ഞ സിനിമയിൽ IMF എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പുണ്ട്. ഇവർ ഷാഡോയിൽ വർക്ക് ചെയ്യുന്ന ഗ്രൂപ്പാണ്. ഇവർക്ക് പേരോ അഡ്രസ്സൊന്നുമില്ല. ഇവരേതെങ്കിലും ഓപ്പറേഷനിൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞ് ഇവരാരും ഓൺ ചെയ്യത്തില്ല. ഈ ഗ്രൂപ്പിൻ്റെ ഓത്തിങ്ങനെയാണ്: വി ലിവ് ആൻഡ് ഡൈ ഇൻ ദ ഷാഡോസ് ഫോർ ദോസ് വി ഹോൾഡ് ക്ലോസ് ആൻഡ് ഫോർ ദോസ് വി നെവർ മീറ്റ്. ഈ IMFൻ്റെ ഫുൾ ഫോം ഇംപോസിബിൾ മിഷൻ ഫോഴ്സ് എന്നാണ്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മൾ കാണുന്നത് ഈശോ ഒരു IMF ഗ്രൂപ്പിനെ ഫോം ചെയ്യുന്നതാണ്. ഇതിൽ പറയുന്ന പല പേരുകളും, അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ പറയുന്ന പല പേരുകളും തന്നെ നമുക്ക് അറിയത്തില്ല. ഇവിടെ മാത്രം പരാമർശിക്കപ്പെടുന്ന പേരുകളാണ്. പക്ഷേ ഈ അപ്പോസ്തലന്മാരെല്ലാം അവരിതുവരെ കണ്ടുമുട്ടാത്ത ആളുകൾക്ക് വേണ്ടി ജീവിച്ചവരാണ്, മരിച്ചവരാണ്. മിഷൻ ഇംപോസിബിൾ എന്ന ഇതേ സിനിമയിൽ ഗ്രേസ് എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ അവർ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഗ്രൂപ്പിനെ കുറിച്ചൊക്കെ അവർ പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഗ്രേസ് ഇങ്ങനെ പറയുന്നുണ്ട്, അപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിൽ ചേർന്ന് സേഫ് ആയിരിക്കുമല്ലേ, നിങ്ങളെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുമല്ലേ. ഉടനെ ഗ്രൂപ്പിൻ്റെ ലീഡർ ഹണ്ട് പറയുന്നത് ഇങ്ങനെയാണ്: അത് ഞങ്ങൾക്ക് പ്രോമിസ് ചെയ്യാൻ പറ്റില്ല, നിങ്ങളെപ്പോഴും ഞങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഐ ക്യാൻ സ്വെയർ യുവർ ലൈഫ് വിൽ ഓൾവേസ് മാറ്റർ മോർ ടു മീ ദാൻ മൈ ഓൺ. ഇപ്പോൾ കണ്ണും നിറഞ്ഞിട്ട് ഗ്രേസ് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് നിങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ ഹണ്ട് പറയും, വാട്ട് ഡിഫറൻസ് ഡസ് ദാറ്റ് മേക്ക്? ഇന്നും ഈശോ ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ലൈഫിനേക്കാൾ എനിക്ക് പ്രധാനപ്പെട്ടത് നിൻ്റെ ലൈഫാടാ.